യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു കനാന്യനായ ശിമയോൻ. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? യേശുവിനു വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു? എങ്ങനെ ശുശ്രൂഷ ചെയ്തു? ഒടുവിൽ എങ്ങനെ മരണപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ് ശിമയോൻ സ്ലീഹ. ചെറിയ ശിമയോൻ എന്നും തീവ്രവാദിയായ ശിമയോൻ എന്നും എരിവുകാരനായ ശിമയോൻ എന്നും ഇദ്ദേഹം വിളിക്കപ്പെടുന്നു. യേശുവിന്റെ മറ്റൊരു ശിഷ്യനായ പത്രോസ് സ്ലീഹായെയും ശിമയോൻ എന്ന് അറിയപ്പെട്ടതിലായിരിക്കണം ഇദ്ദേഹത്തിന്റെ പേരിനൊപ്പം പല പേരുകൾ ചേർക്കപ്പെട്ടത്. ശിമയോൻ ഗലീലയിലെ കാനായിൽ ജനിച്ചു. മത്തായിയുടെയും മാർക്കോസിന്റെയും സുവിശേഷങ്ങളിൽ ഇദ്ദേഹത്തെ കാനാന്യൻ എന്ന് വിളിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികളിലും ഇദ്ദേഹത്തെ സെലോട്ടുകാരനായ ശിമയോൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാനാന്യൻ എന്ന വാക്കിന് എരിവുള്ളവൻ, തീക്ഷ്ണതയുള്ളവൻ എന്നാണ് അർത്ഥം വരുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ നൽകിയിരിക്കുന്ന കൂട്ടത്തിൽ ശിമയോനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ എന്നാണ്. എന്നാൽ ചില മലയാളം ബൈബിൾ പരിഭാഷകളിൽ എരിവുകാരനായ ശിമയോൻ എന്നും തീക്ഷ്ണവാൻ എന്നുമാണ് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത്. റോമാക്കാരുടെ ഭരണത്തിനെതിരെ വിപ്ലവം നയിച്ചിരുന്ന എരിവുകാർ എന്നർത്ഥമുള്ള സൈലോട്ടീസ് എന്ന യഹൂദ വിപ്ലവ സംഘടനയിലെ അംഗമായിരുന്നു ശിമയോൻ. യഹൂദരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു സെലോട്ടുകാർ പൊരുതിയിരുന്നത്. ശിമയോൻ ആ സംഘടനയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെങ്കിലും എരിവുകാരനായ ശിമയോൻ എന്ന ആ പഴയ പേരിൽ തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. എന്നാൽ ശിമയോൻ സൈലോട്ടീസ് എന്ന സംഘടനയിൽപ്പെട്ട ആളായതിനല്ല, മറിച്ച് യേശുവിനൊപ്പം ചേരുന്നതിന് മുൻപ് ഇദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന യഹൂദ നിയമങ്ങളോടുള്ള അമിതമായ തീക്ഷ്ണതയാണ് ഇദ്ദേഹത്തെ ഇപ്രകാരം വിശേഷിപ്പിക്കാൻ ഇടയാക്കിയത് എന്നും അഭിപ്രായമുണ്ട്. ശിമയോൻ ബാക്കിയുള്ള ശിഷ്യന്മാരെ പോലെ മത്സ്യത്തൊഴിലാളി ആയിരുന്നില്ല. ചെറിയ ചെറിയ ജോലികൾ ചെയ്തു ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. യേശു കാനായിൽ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്ത സമയത്ത് ആ അത്ഭുതം കണ്ട ശിമയോൻ അതിശയിച്ചു. ആ അത്ഭുതത്തിന് ശിമയോൻ സാക്ഷിയായി. അപ്പോസ്തലനായ ബർത്തലോമിയാണ് ശിമയോനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നതായി പറയുന്നു. യേശുവിലുള്ള ദൈവത്വത്തെ കണ്ട് അവൻ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. പിന്നീട് യേശുവിന്റെ ശിഷ്യനായി എന്ന് പാരമ്പര്യം പറയുന്നു. ചില വേദപണ്ഡിതന്മാർ ഇദ്ദേഹം പത്രോസ് മുഖാന്തരമാണ് യേശുവിന്റെ ശിഷ്യനായത് എന്നും പറയുന്നു. ലൂക്കോസ് 22:36 മുതൽ 38 വരെയുള്ള ഭാഗങ്ങളിൽ യേശു ഇപ്രകാരം പറയുന്നു: മടിശീലയും പൊക്കണവും ഇല്ലാത്തവൻ തന്റെ വസ്ത്രം വിറ്റ് വാൾ വാങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ, കർത്താവേ, ഇവിടെ 2 വാൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ശിമയോന്റെ വാക്കുകളാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ശിമയോൻ സ്ലീഹായെ പറ്റി ബൈബിളിൽ അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിമയോൻ വിവിധ രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനായി പോയി. അദ്ദേഹം ഈജിപ്ത്, ലിബിയ, മൗറോട്ടാനിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രസംഗിച്ചു. പിന്നീട് ബ്രിട്ടനിലേക്കും പേർഷ്യയിലേക്കും ഇദ്ദേഹം പോയതായി കരുതപ്പെടുന്നു. യേശുവിന്റെ മരണത്തിനു ശേഷം അവനെ അടക്കം ചെയ്യാൻ വന്ന അരിമത്യക്കാരനായ ജോസഫും ശിമയോനും പല സ്ഥലങ്ങളിലായി സുവിശേഷം അറിയിച്ചതായി പറയുന്നു. ഈ 2 പേരും ചേർന്ന് ഇംഗ്ലണ്ടിൽ പോയി ശുശ്രൂഷിച്ചതായും പറയുന്നു. പിന്നീട് അദ്ദേഹം പേർഷ്യയിലെത്തി. അവിടെ വെച്ച് തന്റെ സഹശിഷ്യനായ യൂദാ സ്ലീഹായെ അദ്ദേഹം കണ്ടുമുട്ടി. അവർ 2 പേരും ചേർന്ന് പേർഷ്യയിലെ ജനങ്ങളോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചു. എന്നാൽ അവിടെയുള്ള വിഗ്രഹാരാധകർക്കും മന്ത്രവാദികൾക്കും ഇവരുടെ വളർച്ച ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ അവിടുത്തെ പുരോഹിതന്മാർ ശിമയോനെ നിർബന്ധിച്ചു, നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഞങ്ങളുടെ വിഗ്രഹങ്ങളെ വണങ്ങണമെന്ന്. ശിമയോൻ ശാന്തമായി അതിന് മറുപടി പറഞ്ഞു, സത്യദൈവത്തെ അറിഞ്ഞ എനിക്ക് കല്ലിലും മരത്തിലും തീർത്ത വിഗ്രഹങ്ങളെ വണങ്ങാൻ കഴിയില്ല. ഇതവരെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അവിടുത്തെ പുരോഹിതന്മാർ ശിമയോനെയും യൂദായെയും പിടിക്കുകയും ഇവരുടെ മരണം കണ്ട് ആരും യേശുവിന്റെ പേര് പോലും പറയരുത് എന്നും പറഞ്ഞ് യൂദയെ അവർ ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പോഴും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവർ വിളിച്ചു പറയുകയും ചെയ്തു. ഇത് കേട്ട് ദേഷ്യം പൂണ്ട് യൂദായെ അവർ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. പിന്നെ കനാന്യനായ ശിമയോന്റെ മരണം മറ്റുള്ളവരെ ഭയപ്പെടുത്തണം എന്നും പറഞ്ഞ് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. ഒടുവിൽ ശിമയോന്റെ 2 കാലും വലിച്ചു കെട്ടി ഒരു വലിയ വാൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ശരീരം 2ആയി മുറിക്കാൻ അവർ ഉത്തരവിട്ടു. വേദന കടിച്ചമർത്തിക്കൊണ്ട് തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിമയോൻ രക്തസാക്ഷിത്വം വരിച്ചു.
ഇന്നും പള്ളികളിലെ ചിത്രങ്ങളിൽ ശിമയോൻ ശ്ലീഹയുടെ കയ്യിൽ ഒരു വലിയ വാൾ കാണാം. അത് അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളുടെയും അന്ത്യം വരെ കാത്തു സൂക്ഷിച്ച വിശ്വാസത്തിന്റെയും അടയാളമാണ്.